മിഡിൽ ഈസ്റ്റിനെ ഒന്നാകെ ഉലച്ച യുദ്ധത്തിൽ US-ഇസ്രായേൽ സഖ്യത്തിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമാധികാര നേതാവ് ആയതുള്ള അലി ഖമനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഒടുവിൽ 4 മാസങ്ങൾക്ക് ശേഷം രാജ്യത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു വൻ ജനകീയ പ്രകടനമാക്കി മാറ്റാനാണ് ഇറാന്റെ ഭരണകൂടം ഇതിലൂടെ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് തലസ്ഥാനമായ ടെഹ്റാനിലെ കമാൻഡ് കോമ്പൗണ്ടിൽ നടന്ന വൻ വ്യോമാക്രമണത്തിൽ 86-കാരനായ ഖമേനി കൊല്ലപ്പെടുന്നത്. എന്നാൽ യുദ്ധം അതിന്റെ ഏറ്റവും കൊടുമുടിയിൽ നിന്നിരുന്നതിനാലും തുടർച്ചയായ ബോംബാക്രമണങ്ങൾ കാരണവും ഇത്രയും കാലം ചടങ്ങുകൾ നീട്ടിവെക്കുകയായിരുന്നു. ഇപ്പോൾ അമേരിക്കയുമായി താൽക്കാലിക വെടിനിർത്തൽ കരാർ ഒപ്പിട്ട പശ്ചാത്തലത്തിലാണ് ഇറാനിലും ഇറാഖിലുമായി 5 നഗരങ്ങളിൽ വിപുലമായ രീതിയിൽ വിലാപയാത്ര നടത്താൻ അധികൃതർ തീരുമാനിച്ചത്. ഖമേനിയുടെ ഭൗതിക ശരീരം അടങ്ങിയ പെട്ടി ഇറാൻ ദേശീയ പതാക പുതപ്പിച്ച് ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 3 ദിവസം ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം ഇറാഖിലെ ഷിയ പുണ്യനഗരങ്ങളായ നജാഫ്, കർബല എന്നിവിടങ്ങളിൽ എത്തിക്കുകയും ജൂലൈ 9-ന് അദ്ദേഹത്തിന്റെ ജന്മനാടായ മജാദിലെ ഇമാം റേസ പുണ്യകേന്ദ്രത്തിൽ അടക്കം ചെയ്യുകയും ചെയ്യും. സാധാരണയായി ഇസ്ലാമിക ആചാരപ്രകാരം മൃതദേഹം എത്രയും പെട്ടെന്ന് അടക്കം ചെയ്യണമെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ 4 മാസത്തെ ഈ അസാധാരണ കാലതാമസം വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിരുന്നു. ഇസ്ലാം മതം അനുസരിച്ച് ഈ കെമിക്കലുകളൊക്കെ ഉപയോഗിച്ചുള്ള എംബാമിംഗ് പൂർണ്ണമായും വിലക്കുന്നതിനാൽ ഈ ശരീരം എങ്ങനെ കേടുപാടുകൾ കൂടാതെ സൂക്ഷിച്ചു എന്നതാണ് പ്രധാനമായും ഉയരുന്ന സംശയം. എന്നാൽ കൗണ്ടർ ടെററിസം വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഷിയ നിയമപ്രകാരം അസാധാരണ സാഹചര്യങ്ങളിൽ പ്രത്യേക മതപരമായ ഇളവുകൾ നേടി മൃതദേഹം മോർച്ചറിയിലെ അതീവ തണുപ്പുള്ള കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കാൻ അനുവാദമുണ്ട് എന്നാണ്. ഇത്തരത്തിൽ ഫ്രീസറിൽ വെച്ചാണ് ഖമേനിയുടെ ശരീരം ഇത്രയും കാലം സൂക്ഷിച്ചത്. ഇപ്പോൾ ഈ വിലാപയാത്രയെ ഭരണകൂടത്തിന്റെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു ഹിതപരിശോധന, ഒരു റെഫറൻഡമായാണ് ഇറാനിലെ പുരോഹിതന്മാർ കാണുന്നത്. ജനങ്ങൾക്ക് തങ്ങളോടുള്ള ഭക്തി തെളിയിക്കാൻ 15 മുതൽ 20 മില്യൺ വരെ ആളുകളെ തെരുവിലെത്തിക്കാനാണ് അവർ പദ്ധതിയിടുന്നത്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ആഗോള മാധ്യമങ്ങളൊക്കെ തന്നെയും അവിടെ ഉണ്ടാകും. ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായും ഇറാനിൽ നടക്കാൻ പോകുന്ന വലിയൊരു പരിപാടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകളെ തെരുവിലേക്ക് ഇറക്കുക, ആ ഭരണകൂടത്തിന് വലിയ ജനകീയ പിന്തുണയുണ്ട് എന്ന് ആളുകളെ ബോധിപ്പിക്കുന്ന ഒരു ശ്രമകരമായ ദൗത്യം കൂടി ഇറാൻ ഭരണാധികാരികൾ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായി വണ്ടിക്കൂലിയും ഭക്ഷണവും താമസവും എല്ലാം ഭരണകൂടം തന്നെയാണ് ഒരുക്കുന്നത് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഗരീത്തയും ബീഹാർ ഗവർണർ സയ്യിദ് അദാ ഹസൈനയും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ചൈന, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളും എത്തും. എന്നാൽ പുറമേ കാണിക്കുന്ന ഈ ഐക്യത്തിന് പിന്നിൽ ഇറാനിലെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അതൃപ്തി പുകയുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളും പണപ്പെരുപ്പവും കാരണം നരകിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ കഥകൾ കേട്ട് മടുത്തിരിക്കുകയാണ്. ഡിസംബറിലും ജനുവരിയിലും രാജ്യത്ത് ഉയർന്ന വിലക്കയറ്റത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ അവർ വിളിച്ചത് ഖമേനിക്ക് മരണം എന്ന് തന്നെയായിരുന്നു. ആയിരക്കണക്കിന് പ്രതിഷേധക്കാരെ വെടിവെച്ച് കൊന്നു തള്ളിക്കൊണ്ടും നിരവധി ആളുകളെ തടവിലാക്കിക്കൊണ്ടുമാണ് അന്നത് ആ ഭരണകൂടം പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയത്. ഫെബ്രുവരിയിൽ ഖമേനി കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നപ്പോൾ ടെഹ്റാനിലെ പല വീടുകളിലും തെരുവുകളിലും ആളുകൾ സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഖമേനിയുടെ മരണത്തോടെ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനിയാണ് ഇറാന്റെ 3ാമത്തെ പരമാധികാര നേതാവായി ചുമതലയേറ്റത്. പിതാവ് കൊല്ലപ്പെട്ട അതേ ആക്രമണത്തിൽ കഠിനമായി പരിക്കേറ്റ മുജ്തബയെ പിന്നീട് ആരും പരസ്യമായി കണ്ടിട്ടുമില്ല. ഇപ്പോഴും ജീവന് കടുത്ത ഭീഷണിയുള്ളതിനാൽ അദ്ദേഹം സ്വന്തം പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്.